السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين برضا الله أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദ്, എൻ്റെ മറ്റു ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം, ഞാനിന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ്. മറ്റൊന്നുമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സകങ്ങളിലേക്ക് ശാസ്ത്രം, സാങ്കേതിക വിദ്യ, ഭാവിയിലെ സാധ്യതകൾ എന്നിവയെ ഭാവനാത്മകമായി ചിത്രീകരിക്കുന്ന സിനിമകൾ കടന്നു വന്നേക്കാം. എന്നാൽ അതിനപ്പുറം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു സാധാരണ കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് AI. നമ്മുടെ മൊബൈലുകളിലെ വോയിസ് അസിസ്റ്റന്റുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകൾ വഴി നമുക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ ശുപാർശ ചെയ്യുന്നതിനുള്ള അവസരം, അല്ലെങ്കിൽ നമ്മുടെ കാറുകളിലെ നാവിഗേഷൻ സിസ്റ്റം, ഇതെല്ലാം AIയുടെ വിവിധ രൂപങ്ങളാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്താശേഷിയെയും പഠനശേഷിയെയും അനുകരിക്കാൻ കമ്പ്യൂട്ടറുകളെ പരിശീലിപ്പിക്കുന്ന വിദ്യയാണ് AI. വിവരങ്ങൾ ശേഖരിക്കാനും അവ വിശകലനം ചെയ്യാനും അതിലൂടെ തീരുമാനങ്ങൾ എടുക്കാനും AIക്ക് സാധിച്ചേക്കാം. ഇതിന്റെ സാധ്യതകൾ അനന്തമാണ്. AI വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഒരു കുട്ടിക്ക് എവിടെയാണ് ബുദ്ധിമുട്ടുള്ളതെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് പാഠ്യപദ്ധതികൾ ക്രമീകരിക്കാൻ AI സഹായിക്കും. ഓരോ കുട്ടിയുടെയും പഠന നിലവാരം അനുസരിച്ച് പാഠ്യപദ്ധതികൾ ക്രമീകരിക്കാൻ AI സഹായിക്കും. മാത്രമല്ല, ആരോഗ്യരംഗത്തും AI വലിയ വിപ്ലവം സൃഷ്ടിക്കുന്നുണ്ട്. രോഗനിർണയം വേഗത്തിലാകാനും പുതിയ മരുന്നുകൾ കണ്ടെത്താനും AI സഹായിക്കും. പരമ്പരാഗത കൃഷി മേഖലയിൽ AI വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വിളകൾക്ക് രോഗങ്ങളുണ്ടോ എന്ന് കണ്ടെത്താനും മണ്ണിലെ ഈർപ്പം അളക്കാനും AI സഹായിക്കും. ഇത് കർഷകർക്കും വളരെ പ്രയോജനമാണ്. എന്നാൽ ഏതൊരു സാങ്കേതിക വിദ്യയും പോലെ AIക്കും അതിൻ്റെതായ വെല്ലുവിളികളുണ്ട്. തൊഴിലവസരം നഷ്ടപ്പെടുക, വ്യക്തിഗത ജീവിതങ്ങളുടെ സുരക്ഷ, സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം എന്നിവയെല്ലാം ഗൗരവമായ വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ AIയെ നമ്മൾ വിവേകത്തോടെ ഉപയോഗിക്കേണ്ടതുണ്ട്. AIയുടെ നിയന്ത്രണം എപ്പോഴും മനുഷ്യരുടെ കൈകളിൽ തന്നെ ആയിരിക്കണം. AI ഒരു കൊടിയ കത്തി പോലെയാണ്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അതിന് നമുക്ക് നല്ലത് ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിന് നിയന്ത്രണമില്ലെങ്കിൽ അതുതന്നെ നമ്മെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. സാങ്കേതിക വിദ്യയെ മനുഷ്യ ബുദ്ധിയെയും സന്തുലനം ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ് മനുഷ്യബുദ്ധിയെയും സാങ്കേതിക ബുദ്ധിയെയും സന്തുലനം ചെയ്യേണ്ടത്. അത് ഓരോ കാലഘട്ടത്തിന്റെയും ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മരുഭൂവിലൊരു പൂവായിടാൻ, ഒരു മരമായി നിന്നു വനമായിടാൻ, ഇരുളിലൊരു കൈത്തിരിയാ